ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നല്ല സുവിശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ നല്ല സുവിശേഷം? അത് നമ്മുടെ ബൈബിളിൽ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലാകുന്നു നാം കാണുന്നത്. അതാണ് ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മർക്കോസ് റോമാ സാമ്രാജ്യത്തിന് കീഴിലുള്ള യഹൂദ യെരുശലേം പട്ടണ നിവാസികളോട് ആണ് ഈ സുവിശേഷം അറിയിക്കുന്നതായി ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് മുൻകൂട്ടി യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നതായി അതിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്നു. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴി ഒരുക്കും. കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അത് നിവൃത്തിയാകുകയാണ് ഇവിടെ. യോഹന്നാൻ മരുഭൂമിയിൽ പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതായി ഇവിടെ നമ്മൾ കാണുന്നു. അപ്പോൾ കൂട്ടുകാരെ, ആ യേശുക്രിസ്തുവിൻ്റെ നല്ല സുവിശേഷത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് യോഹന്നാനിൽ കൂടിയാണ്. യോഹന്നാൻ യേശുവിന് മുന്നോടിയായി വഴിയൊരുക്കുകയാണ്. അവിടെയുള്ള എല്ലാ ആൾക്കാരോടും പാപമോചനത്തിനും മാനസാന്തരത്തിനുമായി ആഹ്വാനം ചെയ്യുന്നു. അതിനുശേഷം യോഹന്നാൻ സ്നാപകൻ അവരെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതായി കാണുന്നു. യെരുശലേമ്യർ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനം കഴിക്കുന്നതായി അതിൻ്റെ 5-6 വാക്യങ്ങളിൽ കാണുന്നു. ഈ സ്നാനം കഴിഞ്ഞതിന് ശേഷം യോഹന്നാൻ അവരെ ഓർമ്മിപ്പിക്കുന്നത് അതിൻ്റെ 7-ാം വാക്യത്തിൽ, എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്നു. കൂട്ടുകാരെ, ഇവിടെ മാനസാന്തരത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ആവശ്യമാണ് നമ്മളെ ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് വെള്ളത്താലുള്ള സ്നാനത്താലാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, യേശു ക്രിസ്തു യോഹന്നാനാൽ സ്നാനം കഴിച്ച് അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടാകുന്നതായി അതിൻ്റെ 9, 10, 11 വാക്യങ്ങളിൽ നാം കാണുന്നു. ഇവിടെ യേശുക്രിസ്തു തൻ്റെ പിതാവിൻ്റെ അനുസരണമുള്ള മകനായി യോഹന്നാനാൽ സ്നാനം കഴിപ്പിച്ചു. അങ്ങനെ യേശു ആ സുവിശേഷത്തിൻ്റെ ആരംഭം പിതാവായ ദൈവത്തിന് ഇഷ്ടത്തിൽ അവിടെ അനുസരിക്കുന്നതായാണ് നമ്മൾ കാണുന്നത്. ഇതെന്താണ് കുറിക്കുന്നത്? ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി നമ്മൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ സ്നാനം കഴിക്കണം എന്നായിരുന്നു. നമ്മളിൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സ്നാനം കഴിപ്പിക്കും എന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നല്ല സുവിശേഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. എന്താണ് ഈ നല്ല സുവിശേഷം? അതിനെക്കുറിച്ച് നമുക്കതിൻ്റെ 14, 15 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്താണത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശു വ്യക്തമാക്കുകയാണ് എന്താണ് സുവിശേഷം. സുവിശേഷം എന്നത് ദൈവരാജ്യത്തിൽ നമ്മളെല്ലാവരും വന്നു ചേരണമെന്നതാണ്. അതിനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് യേശു ഇവിടെ പറയുകയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധം നമ്മളിൽ ഉണ്ടായി നമ്മൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കുമ്പോൾ നമ്മളുടെ പ്രവേശനം ആ ദൈവരാജ്യത്തിലേക്ക് ആകുകയാണ്.
ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ എല്ലാവരെയും കൂട്ടുക എന്നതായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ ഉദ്ദേശം പുത്രനിൽ കൂടെ നിവർത്തിയേറുന്നത്. അപ്പോൾ യേശുക്രിസ്തു ദൈവപുത്രൻ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം ഇവിടെ സാധിപ്പിക്കുകയാണ്. ഈ യേശുക്രിസ്തു പിതാവിൻ്റെ പുത്രനാകുന്നു. യേശുക്രിസ്തു സർവശക്തനായ ദൈവമല്ല, എന്നാൽ ദൈവപുത്രനാണ് എന്നാണ് പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം സ്വർഗത്തിൽ കൂടെ നമ്മളെ വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തു സ്നാനം കഴിച്ചതിന് ശേഷം സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം വരുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ നിശബ്ദമായിരിക്കുന്ന ഈ സുവിശേഷം അറിയിക്കുവാനായിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നതും നമ്മളെ എല്ലാവരെയും നമ്മുടെ പാപബോധത്തെക്കുറിച്ച് ബോധ്യം വരുത്തി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിച്ച് ആ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി തീരുവാനുള്ള ആഹ്വാനമാണ് ഈ നല്ല സുവിശേഷം. കൂട്ടുകാരെ, നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.